ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ഹിഡൻ സ്ട്രാറ്റജിയാണ് ഞാൻ റിവീൽ ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തമായി റൺ ചെയ്യുന്ന ഇ-കോമേഴ്സ് സ്റ്റോർ അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറിൽ പെർ ഡേ 1 lakh സെയിൽസ് കിട്ടാനുള്ള ഹിഡൻ സ്ട്രാറ്റജി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഭൂരിഭാഗം ആൾക്കാരും ഇത് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നവരായിരിക്കും. ചിലരെല്ലാവരും ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നവരായിരിക്കും. ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇ-കോമേഴ്സ് സ്റ്റോർ റൺ ചെയ്യുന്നവർക്ക് അറിയാം, ഒരു ടൈം എത്തുമ്പോൾ ഒരു സ്റ്റക്ക് ഉണ്ട്. നമുക്കങ്ങനെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റാത്തൊരു രീതിക്കുള്ളൊരു സ്റ്റക്ക്. എന്തുകൊണ്ടാണത്? മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇതിൽ സക്സസ് ആവാൻ പറ്റുന്നില്ല, പക്ഷേ ചുരുക്കം പേര് നല്ല രീതിയിൽ സക്സസ് ആവുന്നുണ്ട്. പലരും വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കാണാം, പലരുടെയും സ്ക്രീൻഷോട്ടുകളിലും പലരുടെയും വീഡിയോസിൽ 1 CR 1 lakh പെർ ഡേ സെയിൽസ്, അതുപോലെ തന്നെ 1 CR സെയിൽസ് ഫ്രം ലാസ്റ്റ് ഇയർ, ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് എന്തുകൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല. നമുക്ക് പറ്റും, നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യാത്തതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം. നിങ്ങളെല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ നല്ല രീതിയിൽ സക്സസ് ആവണം. അതുപോലെ തന്നെ ഇതേപോലെ 1 lakh 10 lakh 1 CR സെയിൽസ് എല്ലാം നമുക്കും കിട്ടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും. സോ ഈ ഒരു ആഗ്രഹം മതി. പക്ഷേ ഈ ആഗ്രഹം മാത്രമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, നമുക്കതിൻ്റേതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ആഗ്രഹം അച്ചീവ് ചെയ്യാനായിട്ടുള്ള പക്ക പ്രൂവൻ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത്. ഗൈസ്, ദിസ് ഈസ് യുവർ വേക്കപ്പ് കോൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ഇ-കോമേഴ്സ് സ്റ്റോർ നിങ്ങൾ പകുതി വഴി വെച്ച് നിർത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് പകുതി വഴി വെച്ച് നിർത്തുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തുടക്കത്തിൽ വരുന്ന നഷ്ടം, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് നമ്മൾ കാല് വെച്ച് കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ്. പലരും നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും പലരും നമ്മുടെ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാണെങ്കിലും പലരും കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സപ്ലൈസിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുന്നു, ആഡ്സ് റൺ ചെയ്യുന്നു. ബൈ ചാൻസ് എന്തെങ്കിലും വെച്ചൊരു പ്രൊഡക്റ്റ് റിട്ടേൺ ആവുക, അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ ഓർഡർ വരാനായിട്ട് സ്റ്റക്ക് ആവുക. ഒരു ദിവസം ആഡ് റൺ ചെയ്തു, ആ ദിവസം ഓർഡർ വന്നില്ല, അവിടെ വെച്ച് ആ ഈ ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാണ് കാണുന്നത്. നമ്മൾ ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്താവും? നമ്മൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യാണ്. വി ആർ ക്വിറ്റേഴ്സ്. സോ നമ്മൾ ക്വിറ്റേഴ്സാണ് ആവണ്ടേ. നമ്മൾ അതിന് തരണം ചെയ്യണം. നമ്മളത് എന്തുകൊണ്ടാണ്, അത് എന്ത് റീസണാണ് ആ ഒരു നമുക്ക് ഓർഡേഴ്സ് വരാത്തത് എന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ നമുക്ക് ഈ കൺവേർഷൻ കിട്ടാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കണം. നമ്മളത് കറക്റ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയണം. സോ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് നമുക്കിപ്പോൾ ഒരു കൺവേർഷൻ, നമുക്ക് കിട്ടുന്ന ഓർഡർ റേഷ്യോ നമുക്ക് കുറയാനായിട്ടുള്ള പല കാര്യങ്ങളാണ്. അതിലൊന്നാണ് നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. മെയിൻ കാര്യമാണ് ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. രണ്ടാമത്തെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. മൂന്നാമത്തെ വെബ്സൈറ്റ്. നാലാമത്തെ നമ്മുടെ ആഡ്, നമ്മളിടുന്ന അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ. ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിൽ കണക്റ്റഡാണ്. മേ ബി നമ്മളിതെല്ലാം കറക്റ്റാണ്, നമ്മുടെ വെബ്സൈറ്റ് പക്കയാണ്, നമ്മൾ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് എല്ലാവരും വെച്ചിട്ട് ഏറ്റവും അടിപൊളി വെബ്സൈറ്റാണ്. ബാക്കി ഡിസ്ക്രിപ്ഷനും പ്രൊഡക്ട്സ് ആഡ് ചെയ്തത് എല്ലാം അടിപൊളിയാണ്. പക്ഷേ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഏതെങ്കിലും ലോക്കൽ വീഡിയോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ഓർഡേഴ്സ് വരും ഇല്ല. മേ ബി ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റും ഈ പറയുന്ന വെബ്സൈറ്റും നമ്മുടെ ഉള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്ന് വിചാരിക്കുക. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് റോങ് പ്രൊഡക്റ്റാണ്, ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര രീതിയിലുള്ള ഒരു ബാഡ് പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കുക. ആരെങ്കിലും പർച്ചേസ് ചെയ്യുമോ? 6 വർഷത്തെ ഈ ഒരു ഇ-കോമേഴ്സ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കിട്ടിയത്, ഞാൻ സ്റ്റോർ റൺ ചെയ്ത സമയത്ത്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒരു 10-50ഓളം പ്രൊഡക്റ്റുകൾ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് അതൊന്നും വിജയിച്ചില്ല. ഞാൻ അത്രയും അതിൻ്റെ ഒപ്പം തന്നെ ഫിനാൻഷ്യലി ഞാൻ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ രീതിക്ക് എനിക്കൊന്നും ഇതാവാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൺസ് ടൈം എനിക്കൊരു പ്രൊഡക്റ്റ് കിട്ടി. ആ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ലൈഫ് മാറ്റിയത്, എൻ്റെ ജീവിതം തന്നെ മാറ്റിയത് ആ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് ഡെയിലി 1 lakh 2 lakhs അതുപോലെ തന്നെ മന്ത്ലി എനിക്ക് അത്രയും സെയിൽസാണ് എനിക്ക് ജനറേറ്റ് ചെയ്തത്. പക്ഷേ അതിനു വേണ്ടി ഞാൻ ഏകദേശം ഒരു 1 year തന്നെ എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് മെയിൻ കാര്യം. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ്, അതിൻ്റെ ഒപ്പം തന്നെ വെബ്സൈറ്റ്, അതിൽ ഇരിക്കുന്ന നമ്മളിടുന്ന അഡ്വർടൈസ്മെൻറ്റ്, നമ്മൾ ചെയ്യുന്ന ഓർഗാനിക് മാർക്കറ്റിംഗ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. മെയിൻലി നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. പലർക്കും മിസ്റ്റേക്ക് പറ്റുന്നത് പ്രൊഡക്റ്റ് ചൂസിങ്ങിലാണ്. ഞാൻ ഇത്രയും ഏകദേശം ഒരു 1000ഓളം പ്ലസ് സ്റ്റുഡൻസിന് ഞാൻ ഇത് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ കോമേഴ്സ് വെബ്സൈറ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, പലരും ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള, നമ്മൾ കാണാൻ ഇങ്ങനെ വലുപ്പമുള്ള ഭംഗിയുള്ള ആ ഒരു പ്രൊഡക്റ്റുകളൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്. പലരും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അത് സക്സസ് ആവുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ഒന്നും നോക്കാതെ ഡയറക്റ്റ് നേരെ പോയി പ്രൊഡക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു, നമ്മളൊരു സപ്ലയറിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു, നമ്മളിത് ചെയ്തു, നമ്മൾ ആഡ് സ്റ്റക്കായി, നമുക്കതിൽ നിന്ന്
അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഓർഡേഴ്സ് വരുന്നില്ല, അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൺവേർഷൻസ് വരുന്നില്ല. നമുക്ക് അങ്ങനെയൊന്നും ആവാണ്ടാവുമ്പോൾ നമ്മളവിടെ പലരും ബാക്ക് ഔട്ട് ചെയ്ത് പോവുക. ബാക്ക് ഔട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തു എന്താണ് ശരിക്കുള്ള മിസ്റ്റേക്ക്, ചേഞ്ച് ചെയ്യൂ. ഒരു പ്രൊഡക്റ്റ് മാറി, ഒരു പ്രൊഡക്റ്റ് സക്സസ് ആയില്ലെങ്കിൽ അടുത്ത പ്രൊഡക്റ്റിലേക്ക് കിടക്കൂ, അതും സക്സസ് ആയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത പ്രൊഡക്റ്റിലേക്ക് കിടക്കൂ. പലരും നമ്മളൊരിക്കലും ക്വിറ്റേഴ്സ് ആവരുത്, നമ്മൾ വിന്നേഴ്സാണ് ആവേണ്ടത്. നമ്മളൊരിക്കലും ക്വിറ്റ് ചെയ്യരുത്. നമ്മളൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്യും, ചിലപ്പോൾ അത് സക്സസ് ആയെന്ന് വരില്ല, നമ്മൾ അടുത്തത് ട്രൈ ചെയ്യും. നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിന് നമുക്ക് മെയിനായിട്ട് എന്ത് വേണം? പേഷ്യൻസ് വേണം. പലർക്കും അതില്ലാത്തതാണ്. ഇന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ നാളെ എത്ര പോക്കറ്റിലേക്ക് കയറും എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. ഒരു ബിസിനസ്സിൽ കയറുമ്പോൾ അങ്ങനെ ഒരു ചിന്തയിലല്ല നമ്മൾ ഇറങ്ങേണ്ടത്. നമ്മളതൊരു ലേണിംഗ് കർവായിട്ട് കാണണം. നമുക്ക് കിട്ടുന്നൊരു തോൽവി, നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തു, ആ പ്രൊഡക്റ്റ് നമുക്ക് സക്സസ് ആയില്ല, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ പ്രൊഡക്റ്റ് മാറ്റാനാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. എന്താ? അത് മാറ്റിയിട്ട് വേറെ പ്രൊഡക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്, ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കും നമുക്ക് ഓർഡേഴ്സ് പ്രോപ്പർലി വരാത്തത്. ഇഫ് യു ഫോൾ, ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. നമുക്ക് ഈ ഓരോ വീഴ്ചകളും നമുക്ക് ഓരോ പാഠങ്ങളാണ്. നമ്മളൊരു കോമേഴ്സ് ജേണിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ട്രൈ ചെയ്ത്, ഞാനൊക്കെ ഈ 150 ഒന്നല്ല, ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ട്രൈ ചെയ്ത പല പ്രൊഡക്റ്റുകളും നമ്മൾ ചീറ്റി പോയിട്ടുണ്ട്, പലതും നന്നായിട്ടുണ്ട്, പലതും ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അത് ഓരോ സ്റ്റേജിലും നമ്മൾ ഓരോരോ എക്സ്പീരിയൻസാണ് നമുക്ക്. അതിനൊപ്പം തന്നെ അതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു അനലൈസ് നമ്മൾ നടത്തുക, എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയത്, അത് പഠിച്ച് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോമേഴ്സ് ജേണിയിൽ നമ്മൾ മുന്നേറി പോകേണ്ടത്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇത്രയും നാൾ ചെയ്തിട്ടുള്ള വീഡിയോ പോലെയല്ല. ഈ വീഡിയോയിൽ ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ തിയററ്റിക്കലായി പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്, പക്ഷേ പ്രാക്ടിക്കലിയാണ് ഈ വീഡിയോ. നമ്മൾ മുന്നത്തെ വീഡിയോ വെച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം ഇത് റിയാലിറ്റി എന്താണ്. നമുക്കൊരു കോമേഴ്സ് ബിസിനസ്സിൽ കയറുമ്പോൾ റിയാലിറ്റി എന്താണെന്നുള്ളതാണ് ഞാനീ പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ പല സ്റ്റുഡൻസും അതുപോലെ തന്നെ പല ആൾക്കാർ കോമേഴ്സ് ബ്രാൻഡ് റൺ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ള മെയിൻ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു, അതിൻ്റെ നേരെ ഒരു വീഡിയോ എവിടെ നിന്നെങ്കിലും എടുക്കുന്നു, ആ വീഡിയോയിൽ ജസ്റ്റ് ഒരു പാട്ട് ആഡ് ചെയ്ത് നേരെ ആഡ് പോവും. ആ ഒരു ആഡ് നമുക്കറിയാം, ആ ഒരു ആഡ് പോവില്ല. നമ്മൾ പറയും, ചിലരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും, പക്ഷെ എന്നാലും അതങ്ങനെ ഇടുമ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ സ്റ്റക്ക് ആവണം പക്ഷേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. പലരും വിചാരിക്കുന്നത് എന്താണ്, ഇതിട്ടിട്ട് കാര്യമില്ല, പ്രൊഡക്റ്റ് ഇട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിരിക്കുന്നത് അങ്ങനെയല്ല ഇടണ്ടേ. ഞാനിപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് ഒരു പ്രൂവനായിട്ടൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ സാധാരണ നോർമൽ വീഡിയോസിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ, ആ വീഡിയോയിൽ നമ്മൾ കറക്റ്റ് രീതിയിലുള്ള AI വോയിസ് ഓവർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. AI വോയിസ് ഓവർ, ഹിന്ദി AI വോയിസ് ഓവർ ആഡ് ചെയ്തിട്ട് അതിനുള്ള പല ആപ്ലിക്കേഷൻസും വെബ്സൈറ്റുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുക ഹിന്ദി, നേരെ നമുക്കത് അഡ്വർടൈസ്മെൻറ്റ് സെയിൽസ് കൺവേർഷൻ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. നല്ല രീതിക്കുള്ള സെയിൽസ് കൺവേർഷൻ കിട്ടും. പിന്നെ ഇനിയിപ്പോൾ അതും കിട്ടാതായി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക, വീണ്ടും അനലൈസ് ചെയ്യുക, എന്തുകൊണ്ടാണ് ഇത് വരാത്തത്, എന്തുകൊണ്ടാണ് സെയിൽസ് വരാത്തത്. മേ ബി പ്രൊഡക്റ്റിൻ്റെ ഇഷ്യൂ ആവാം വീണ്ടും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. മെയിൻലി പ്രൊഡക്റ്റ്, നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എത്രത്തോളം നല്ല പ്രൊഡക്റ്റാണോ അത്രയും സെയിൽസാണ് നമുക്ക് ബൂസ്റ്റായി വരിക. അപ്പോൾ അതിന് നമുക്ക് സമയമെടുക്കും. ഇന്ന് കയറി, ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു, നാളത്തേക്ക് നമുക്കൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടി, സ്റ്റാർട്ട് ചെയ്തു, സ്പോട്ടിൽ നമുക്ക് നമുക്ക് പോക്കറ്റിലേക്ക് ഏർണിങ്സ് വന്നു തുടങ്ങി. ആ ഒരു മെത്തേഡല്ല ഇത്. ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ബിസിനസ് എന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സാണ്. മനസ്സിലാക്കുക. കോമേഴ്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആയാലും കോമേഴ്സ് സ്റ്റോർ റൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കോമേഴ്സ് ബ്രാൻഡ് റൺ ചെയ്യുന്ന ആൾക്കാർ, ഇതൊരു ബിസിനസ്സാണ്, അല്ലാതെ സൈഡ് ഇൻകം അല്ല. ഒരു ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് കാണണം. പലരും വരുന്നുണ്ട്, ഇത് സൈഡായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് സമയം അത് കറക്റ്റ് രീതിയിൽ. വെറുതെ ഇരുന്നു അതെങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക്കലി വരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. കറക്റ്റ് രീതിയിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കറക്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ എന്ന് കണ്ടുപിടിക്കുന്നോ അന്ന് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ കാണുന്ന പോലെ 1 lakh, 10 lakh, 1 CR, 10 CR സെയിൽസ് നമുക്ക് ഷുവർലി, ഞാൻ ഗ്യാരണ്ടി പറയാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഐ ഗീവ് യു എ ചലഞ്ച്. 5 പ്രൊഡക്റ്റുകൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം. 5 വിന്നിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അടിയിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഒപ്പം തന്നെ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും.
സോ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് സീറോയിൽ നിന്ന് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മുന്നേ. സോ ആ വീഡിയോ എല്ലാവരും കാണുക. ഡ്രോപ്പ് ഷിപ്പിംഗ് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇപ്പോൾ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ബൈ.